അങ്ങനെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ആൻസർ കീ ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ സെക്കൻഡ് ഫേസ് പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ മാർക്ക് കൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക. അതിപ്പോൾ 30 ആയിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 മേലെ ആയിക്കോട്ടെ, എത്രയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് സത്യസന്ധമായിട്ട് നെഗറ്റീവ് ഉൾപ്പെടെ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങളത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ കീയിലേക്ക് കിടക്കാം. സെക്കൻഡ് ഫേസ് എഴുതിയ പരീക്ഷ ഉള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മാർക്ക് റേഞ്ച് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആൻസർ കീയിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അപ്പോൾ നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ശരി ഉത്തരം വരുന്നത്? ഓപ്പറേഷൻ കാവേരി ആണ് അല്ലെ? ഓപ്പറേഷൻ കാവേരി, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ 1957 കലാപവുമായിട്ട് ബന്ധപ്പെടാത്തതാരെന്ന് ചോദിച്ചാൽ അത് സിദ്ധുവും കാനുവുമാണ്. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ചോദ്യം ഏത്, അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഏതെന്ന് പറയുന്നതിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത നാലാമത്തെ ചോദ്യം: നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറയുന്ന പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകിയത് ജഹാംഗീർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ചോദ്യം, നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്. RF 1:1 അതുപോലെ 1,00,000 എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിൽ ഭൂമിയിൽ അകലം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 1 സെന്റിമീറ്റർ = 1 കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ ആണ് എന്ത് നമ്മുടെ RF 1:1,00,000 എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് 30 ഡിഗ്രി നോർത്ത്, അതുപോലെ 30 ഡിഗ്രി സൗത്ത് ഇതിലാണ്. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ഇവയെല്ലാമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് സോൻമാർഗ്. ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. ഇന്ത്യയുടെ ധാതുക്കലവറ ഏതെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണെന്ന് നമുക്കറിയാം. കൂടാതെ തന്നെ അടുത്ത ചോദ്യം: ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന ഫിലിപ്പീൻസ് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇവയെല്ലാമാണ് വരുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ്, ക്ഷീരവികസനം. 2023 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ഹിരോഷിമയിലാണ് അല്ലെ? ഹിരോഷിമയിലാണ്. 19ാമത്തെ ചോദ്യം: സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്നത് 1975 സെപ്റ്റംബർ 9 KSSMന്റെ പൂർണ്ണരൂപം എന്താണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നാണ്. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വരുന്നത് 25/5/2015. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 43. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത് 36/51. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രയാണ്? 5 മുതൽ 11 വരെയാണ്. ഭരണഘടനയിൽ പാറ്റന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 12ാം വകുപ്പിലാണ്. അതുപോലെ 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജാണ്. തുല്യ ജോലിക്ക് തുല്യവേതനം വരുന്നത് 36D ആണ്. ഭരണഘടനയുടെ ശില്പി അംബേദ്കർ ആണ്. ബീജസങ്കലനം മനുഷ്യൻ ശരീരത്തിൽ ഏത് ഭാഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് വെച്ചാൽ അണ്ടവാഹിനി കുഴലിലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൺ? ജീവകം E ആണ്. മീനമാന്ത രോഗം HG അല്ലെങ്കിൽ എന്താണ്? മെർക്കുറി മലിനീകരണത്തിലാണ്. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ക്വാഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ്. അടുത്ത ചോദ്യം: അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അതുപോലെ തന്നെ താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതാൻ പറയുന്നതിൽ 2 മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സാധാരണ TV റിമോട്ടിൽ ഉപയോഗിച്ചു വരുന്ന തരംഗങ്ങൾ ഇൻഫ്രാറെഡ് രശ്മികളാണെന്ന് നമുക്കറിയാം. ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം 15 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വക്രതാരം 30 സെന്റിമീറ്റർ ആണ്. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണമാണ് പെൻബ്രാൽ ചന്ദ്രഗ്രഹണം. അതുപോലെ തന്നെ 3D ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ സാധ്യമായിട്ടുള്ള NLM എന്നിവയുടെ മൂല്യങ്ങൾ ചോദിച്ചാൽ നമുക്കറിയാം n = 3, l = 2 and m = -1 ആണ്. അതുപോലെ BALMGK എന്നിവയുടെ ലോഹ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് ക്രമീകരിച്ച് എഴുതുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. pH മൂല്യം 7 കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യരക്തത്തിനാണ്. 7 കൂടുതലാണെങ്കിൽ അത് മനുഷ്യരക്തത്തിനാണ്. അതുപോലെ തന്നെ എന്താണ്? ആദർശ ലൈനിക ഉദാഹരണമല്ലാത്തത് ഫീനോളും അനിലിനുമാണ്. അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ചോദിച്ചാൽ 2 മാത്രമാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് ശരി. താഴെ പറയുന്നവയിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണം നേടുന്ന ആരാണ്?
കപിൽ ദേവും സച്ചിനും ഗാംഗുലിയൊക്കെ തന്നു. ഇതിൽ ഉത്തരം വരുന്നത് നീരജ് ചോപ്രയാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുമാധവൻ. ശ്രീനാരായണ ഗുരുവിൻ്റെത് ആത്മോപദേശ ശതകം. മാമാങ്കത്തിന് അന്ത്യത്തിന് കാരണം ഹൈദരലിയുടെ ആക്രമണം. അതുപോലെ തന്നെ അടുത്ത മാത്സ് ആണ്. 51 ഓപ്ഷൻ ബി, 52 ഓപ്ഷൻ സി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ 53ാമത്തെ ചോദ്യം, 53ാമത്തത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത 54ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 55 ഓപ്ഷൻ ഡി ആണ്. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അടുത്ത 56ാമത്തെ ചോദ്യം ഓപ്ഷൻ എ, പിങ്കി അമ്മുമ്മയാണ് അല്ലേ, പിങ്കി അമ്മുമ്മ മുത്തശ്ശി. അടുത്ത 57 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 58 ഓപ്ഷൻ സി, 59 ഓപ്ഷൻ ബി, 60ാമത്തത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 61 നമ്മുടെ ഇംഗ്ലീഷ് ആണ്. ഡോണ്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദ പുവർ ആണ്. ദിസ് ഈസ് ദ സ്റ്റീപ്പസ്റ്റ് മൗണ്ടൈൻ ആണ്. നെയ്തർ മൈ ഫ്രണ്ട്സ് നോർ ദ ബുക്ക് സ്റ്റോർ ഹാസ് the book I need. I tried to explain but he refused to listen and he went on grumbling. അതുപോലെ തന്നെ they showed their easiest way to do it. She was shown the easiest way to do it. A dash of sailors, a crew of sailors, her iron will and unflinching commitment ആണ് വരേണ്ടത്. If you are under the cloud എന്ന് പറഞ്ഞാൽ you are in trouble അല്ലേ, ഒരു മൂടൽ പോലെ, അതാണ് in trouble എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ NCLTന്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ചോദിച്ചാൽ ഡെർത്ത് ആണ്, DARTH. 71 അകത്തമ്മ ചമയുക എന്ന് പറഞ്ഞാൽ വലിയ മേന്മ നേടുക. അതുപോലെ തന്നെ അധികം സംസാരിക്കുന്നവൻ അതിവാചാലനാണ്. PSCയുടെ ഉത്തരസൂചിക വരുന്നത് അതിവാചാലനാണ്. ശ്രദ്ധിക്കണം കേട്ടോ, അതിവാചാലനാണ് PSCയുടെ ഉത്തരസൂചിക വരുന്നത്, അതിവാചാലനാണ്. അടുത്ത ബ്രാക്കറ്റിൽ നിന്നും ശരിയായി തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അന്തസ്, 2 സായുള്ള അന്തസ് വേണം അവിടെ. അന്തസ് അനശ്വരതയുടെ അല്ലെങ്കിൽ അനശ്വരം, അതിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ നശ്വരമാണ്. അതുപോലെ തന്നെ നദിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്, പാഥേയമാണ്. അടുത്ത വാക് പ്ലസ് മയം വാങ്മയം. പലവുരു എങ്ങനെയാണ്, പല പ്ലസ് ഉരു പലവുരു. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ളത് ദ്വിവചനമാണ്. മലാല യൂസഫ്സൈഡ് ആത്മകഥ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ്, PV ആൽബി ആണ് അല്ലെ, PV ആൽബി ആണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയായ വാക്യം ചോദിച്ചാൽ 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. 81 നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയിൽ നൽകാവുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങളാണ്. കൊക്കൈൻ മയക്കുമരുന്ന് കയ്യിൽ വെച്ചാൽ 1 വർഷം വരെ കഠിന തടവാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രം സാമൂഹ്യ മാധ്യമം വഴി പബ്ലിഷ് ചെയ്താൽ 67B ആണ്. കേരള പോലീസ് ആക്ട് പ്രകാരം എന്താണ്, സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നത് എന്താണ്, എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസ് സേവനം ഉറപ്പുവരുത്തുക, ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ എയ്ഡ്സ് ബാധിതരായിട്ടുള്ള ഒരു വ്യക്തി ആ രോഗം മനഃപൂർവ്വം പ്രചരിപ്പിക്കാനായി ശ്രമിച്ചാൽ 2 വർഷം വരെയുള്ള കഠിന തടവാണ് ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 വർഷത്തിന് മേലെയുള്ള ശിക്ഷകൾ ലഭിക്കുന്ന കുറ്റങ്ങളാണ് വാറണ്ട് കേസ്. ശരിയായ പ്രസ്താവന ചോദിച്ചാൽ 2ാമത്തെ പ്രസ്താവന മാത്രം. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാനായി ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ് എന്ന് പറയുന്ന 2ാമത്തെ പോയിന്റ് മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിയാണെങ്കിൽ 3 വർഷം വരെ കുറയാത്ത തടവും 5 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള തടവും 3 വർഷം മുതൽ 5 വർഷം വരെയാണ്. വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകാനായി സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം, അത് 40 ആണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ 85 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളിക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, അത് 27A ആണ്. അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ചോദിച്ചാൽ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ടെന്ന് പറയുന്ന 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ബൈക്ക് യാത്രികർക്ക് ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം, ബൈക്ക് യാത്രികർ എന്നാണ് പറയുന്നത്, ഒന്നിൽ കൂടുതലുണ്ട്, പക്ഷെ എന്താണ്, സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം എന്താണ്, അത് കവർച്ചയാണ് കേട്ടോ, കവർച്ചയാണ്. മോഷണമാണ് വിത്ത് എന്ത് ചെയ്യുന്നു, ദേഹോപദ്രവം കൂടി ചെയ്യുന്നു, കവർച്ചയാണ്. ഇതിനകത്ത് മറ്റേ എന്താണ്, സംഘം കവർച്ച എന്നൊക്കെ പറയുന്നുണ്ട്. സംഘം കവർച്ച ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 5ഓ 5-ലധികമോ ആൾക്കാരുണ്ടെങ്കിൽ അത് സംഘം കവർച്ച ആവത്തുള്ളൂ. 93ാമത്തെ ചോദ്യം. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്തേണ്ടത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് ശ്രദ്ധിക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത 94.
പൊതുജനങ്ങൾക്ക് സഹ്യത ഉളവാക്കുന്ന അല്ലെങ്കിൽ അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ 1 വർഷം വരെ പിടിച്ച് അകത്തിടും. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് മരണമൊഴി സ്വീകാര്യമാകുന്നതെന്ന് ചോദിച്ചാൽ സ്വമേധയാ നൽകിയ മരണമൊഴിയോ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയതോ മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയതോ സംസാരശേഷി ഇല്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയതാണെങ്കിലോ എല്ലാം എന്ത് തന്നെയാണ്? മരണമൊഴി തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 96 ആണെങ്കിലോ സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ വരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും അല്ലേ? സാങ്കേതിക വിദ്യ പ്രകാരം എന്താണ്? ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഒരാളെ വഞ്ചിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റുന്നതെന്നുണ്ടെങ്കിൽ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപയാണ് പിഴ. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന ചോദിച്ചാൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രം എന്ന് പറയുമ്പോൾ സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കിയേക്കും എന്ന് പറയുന്ന രണ്ടാമത്തത് മാത്രമാണ് ശരി. അതുപോലെ തന്നെ ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താനുള്ള അധികാരമുള്ളത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മാത്രമാണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പ്രായപൂർത്തിയായ കുട്ടികൾക്ക് നീലചിത്രം കാണിച്ചു കൊടുത്താൽ അതെന്തായിട്ട് മാറും? ലൈംഗിക പീഡനമായിട്ട് മാറും. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ചോദിച്ചാൽ മൂന്നാമത്തേത് മാത്രം എന്ന് പറയുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതം ഇല്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമാണ് എന്ന് പറയുന്ന പോയിന്റ് മൂന്നാമത്തേത് മാത്രമാണ് ശരിയായിട്ട് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ നിലവിലത്തെ ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതിയവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ സെക്കൻഡ് ഫേസ് എഴുതിയ പരീക്ഷ എഴുതിയ കൂട്ടുകാരിലേക്കും സിവിൽ പോലീസ് ഓഫീസർ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മാർക്ക് സത്യസന്ധമായി നെഗറ്റീവ് കൂടി കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കൊരു പോൾ കൂടി ചെയ്യാം. അതിനുശേഷം നമുക്ക് മൊത്തത്തിലൊരു അനലൈസിസ് നടത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.